ഞാൻ പോരാൻ നേരത്തിനോട് വീട്ടിൽ കയറിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അമ്മയും ചേട്ടനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. തമ്പുരാനോട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. എൻ്റെ അമ്മയും കൊണ്ട് അവിടെ ചെല്ലുന്നതിനപ്പുറം അവനെ കിട്ടണമെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു ആ പരിസരം വിട്ടവൻ പോയിട്ടില്ല എന്ന്. സാറുമാർ പിടിച്ച് അവർക്ക് ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നത് എനിക്ക് അവൻ്റെ വായിൽ തന്നെ കേൾക്കണം. അവർക്ക് 3 പേർക്കും എന്ത് പറ്റിയെന്നുള്ളത് അവനെ കൊണ്ട് പറയിക്കണം. ആരും കണ്ടിട്ടില്ല. വീട്ടിൽ നിന്ന് മിനിങ്ങാന്ന് പോലീസുകാർ അവിടെ ചെന്ന സമയത്താണ് അവൻ ഇറങ്ങി ഓടിയത്. അതുവരെ അവിടെ വീട്ടിനകത്തുണ്ടായിരുന്നു. ഒന്നും അറിയത്തില്ലാത്തത് അവൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു. അത് അവൻ പറഞ്ഞാലേ അറിയുള്ളൂ. അവനോട് ചോദിച്ചാൽ അവൻ സത്യം പറയുമല്ലോ. കാരണം സജി ഏതിലെന്നുണ്ടെങ്കിൽ അവിടെ 2 പേരെ കുഴിച്ചിട്ടിപ്പം മിനിങ്ങാന്ന് രാത്രിയിൽ ഇറച്ചി മഴി കറി വെച്ച് കഴിച്ചവനാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സവൻ്റെ കല്ലല്ലേ, ഒന്നിനെ ചെയ്തിരിക്കുന്നത് 100%. ഇനി യാതൊരു മാറ്റവും ഇല്ല. ഇനി അവൻ അപ്പൻ എവിടെ കുറിച്ചാൽ പറഞ്ഞാൽ മതി. ആ ഒരു കേസ് ക്ലോസ് ചെയ്തിപ്പോൾ അവൻ തന്നെയാണ്. അവൻ തന്നെ പറയണം അവൻ അപ്പനെ എവിടെ കുറിച്ചിരുന്നത്. അത് അറിയണം, ഞങ്ങൾക്ക് അറിയണം. പിതാവിന്റെ തിരോധാനത്തിൽ ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഒരു സംശയം. അതെ, ഉറപ്പായിട്ടും. ഇത് ഇത്രയും കാലം അവനെ ആരും പിടിക്കുന്നില്ലാണ്ടപ്പോൾ അവനെ അടുത്തതും കൂടി ചെയ്തു. ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ 10, 30 ദിവസം 20 ദിവസം കണ്ടായില്ലേ. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആരും അറിയത്തു പോലും ഇല്ല കാര്യങ്ങൾ. നിങ്ങളുടെ സംശയം എന്താണ് ഈ ഘട്ടത്തിൽ? സംശയം ഇവനും വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ ഇതിനു വേണ്ടി കൃത്യം നടത്തിയെന്നാണ് നിങ്ങൾ സംശയം? അതറിയാം, അത് എനിക്ക് അറിയാൻ പാടില്ല, അതറിയണം. ഞങ്ങളുടെ സംശയം തന്നെ ഒന്നുകിൽ അവൻ കല്യാണം കഴിക്കുന്ന അവൻ ചേട്ടനെ ഇഷ്ടമില്ല, അമ്മയ്ക്ക് ഇഷ്ടമില്ല, അങ്ങനെയുള്ള വൈരാഗ്യമാണോ ബുദ്ധിയാണോ ഒന്നും അറിയത്തില്ല. അവൻ പറയണം, അവൻ്റെ വാങ്ങാൻ പറയണം. ഉണ്ടോ ഉപയോഗമുണ്ട്. മറ്റു ലഹരി ഉപയോഗിക്കുന്നത്. അവനെ കൊണ്ട് ഞാൻ കാണാവളെ കൊണ്ട് ചികിത്സ അതെ. നമ്മളിന്നലെ ചെയ്തെല്ലാം കണ്ടിട്ടുണ്ട്. 100%. അവൻ മാറി എല്ലാം കണ്ടിട്ടുണ്ട്, എല്ലാം വായിച്ചു ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പ്രവേശിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ ഇവനൊരു ദിവസം സ്മോൾ അടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയായിരുന്നു. അപ്പം മൂത്ത ആങ്ങൾ പറഞ്ഞു മിണ്ടായിരിക്കടാ, നമ്മൾക്ക് വയ്യായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഇവന് തല്ലാനായിട്ട് ചെന്നപ്പോൾ അവനിട്ട് ഞാൻ അടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരാൻ നേരത്തിനോട് വീട്ടിൽ കയറിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആദ്യം പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ലായിരുന്നു. അമ്മയും ചേട്ടനെ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന്. എൻ്റെ അപ്പാപ്പിയോട് അന്വേഷിക്കും, ആൻറ്റിയോട് അന്വേഷിക്കും, പുറത്തുള്ള ഓട്ടക്കാരോട് അന്വേഷിക്കും കാണുന്നുണ്ടോ എന്ന്. അപ്പം ഈ 1 മാസമായിട്ട് റെജിയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ്, അത് കഴിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞ് വന്നപ്പോഴാണ് ഇവളെയും ഞങ്ങളെയൊക്കെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്ന കാരണം ഇവന്റെ മനസ്സിൽ എന്തോ മറക്കുന്നുണ്ട്. അതാ എനിക്ക് തോന്നുന്നു അച്ഛന്റെ തിരോധാനം തന്നെയാണ് മറക്കുന്നത്. അത് നമ്മൾ അറിയില്ല. അതിനുവേണ്ടി ഞങ്ങളെല്ലാം മാറ്റി നിർത്തുന്നത്. അവൻ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളോടൊക്കെ ഉള്ള ഒരു സമീപനം എങ്ങനെയായിരുന്നു സജീവൻ? വർത്താനം അങ്ങനെ കാര്യം പറയാനില്ല. എൻ്റെ ഭാര്യയുടെ എൻ്റെ അമ്മയുടെ അനിയത്തിയ അവരുമായിട്ട് നല്ല സമ്പർക്കമാണ്. എൻ്റെ അടുത്ത് വരികയില്ല, എന്നെ പേടിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ല. അവൻ്റെ കൈക്ക് പൊട്ടലെന്ന് വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ അവൻ ബാത്റൂമിൽ വീണതാണെന്നാണ് പറയുന്നത്. അത് ഈ ഒരാഴ്ചക്കിടയിൽ ഉണ്ടായതാ? അതെ, ഒരാഴ്ചയല്ല, ഒരു 10-15 ദിവസമായിരുന്നു. അന്നേരം ഉണ്ടായേക്കുന്ന കൈക്ക് അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്, കൈയുടെ പത്തിക്ക്. അങ്ങനെ അവൻ ചികിത്സ ബാൻഡേജൊക്കെ ചുറ്റിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇല്ലില്ല, മദ്യപിച്ച് കഴിയുമ്പോഴുള്ള പ്രശ്നമുള്ളൂ, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും. നിങ്ങളോടൊക്കെ സംസാരിക്കുമായിരുന്നു? കണ്ണാ വീണ്ടും അപ്പാപ്പിന്ന് വിളിക്കും, അത്രേ ഉള്ളൂ, അല്ല വേറെ സംസാരിക്കാൻ നിൽക്കുക.